ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 24 ന്യൂസിൻ്റെ ശ്രീകണ്ഠൻ നായർ നടത്തിയ ഒരു പുതിയ പരിപാടി, അതായത് തമ്മിൽ എന്ന് പറയുന്ന ഒരു ചാറ്റ് ഡിബേറ്റ് അങ്ങനെ കണക്കിനൊരു ഷോ. അതിലിപ്പോൾ പുതിയതായിട്ട് ഈ ദീപകിൻ്റെ ആത്മഹത്യയെല്ലാം കേസായല്ലോ, അതിനെ തുടർന്നുണ്ടായ ഒരു ചർച്ചയാണ്. 2 ദിവസമായി ഇത് യൂട്യൂബിൽ റിലീസായിട്ട്. ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് റീച്ചിന് വേണ്ടി ചെയ്യുന്നോ അതിര് കടക്കുന്നോ അങ്ങനെയുള്ള എന്താണ് ക്യാപ്ഷൻ. നമുക്ക് എന്താണ് അതിൽ കുറച്ച് കോൺട്രവേഴ്ഷ്യലായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് നമുക്ക് കാണാം. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിലവാരം എന്താണെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. ചിലപ്പം ആ ദീപകിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അതിന്റെ കൂടെ ഒരു കാരണവും കൂടി ആവാം ഇത്. പിന്നെ മാത്രമല്ല ഷിംജിത മാത്രമല്ല, ഈ സമൂഹം സൈബർ ബുള്ളി ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഷിംജിതയിലേക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഇത് ഷിംജിതനെ മാത്രം കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല. ഷിംജിതനെ കല്ലെറിയാൻ ഇട്ടുകൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ക്ലിപ്പ്. ഇത് ഓൾമോസ്റ്റ് 2 മണിക്കൂറോളം 2 എപ്പിസോഡായിട്ട് റിലീസ് ചെയ്ത ഒരു പരിപാടിയാണ്. ഇതിനെ ഒരു പുതിയ പരിപാടി പോലെ തുടങ്ങിയിരിക്കുകയാണ്. ഈ ശ്രീകണ്ഠൻ നായരുടെ മുമ്പുള്ള ചാറ്റ് ഷോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതുപോലെ അതേ പാറ്റേണിൽ 24 ന്യൂസിൽ പുതിയതായി തുടങ്ങിയ ഒരു പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു അവതരണ ശൈലി ആയാലും ആ ഒരു ചർച്ച കൺട്രോൾ ചെയ്യുന്ന രീതിയായാലും എനിക്ക് അത്രത്തോളം ഒരു എൻജോയബിൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പലപ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചർച്ച പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ. അത് വിടട്ടെ, നമുക്ക് ചർച്ചയെക്കുറിച്ച് സംസാരിക്കാം, ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാം, അവിടെ എന്താണ് നടന്നത് സംസാരിക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ചർച്ചയുടെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഒരു പ്രോപ്പർ ഫ്രെയിംവർക്ക് ഇല്ലാത്ത ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ വെറുതെ ഒരു ലൂസായിട്ട് പോറസായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ പോലും ഇല്ലാത്തൊരു ചർച്ച. അതായത് ഒരു ഔട്ട്കം എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഏത് കൺക്ലൂഷനിലെത്തണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ടോപ്പിക് എന്താണെന്നോ ഒരു രീതിയിലും ഒരു ഫിക്സ് ചെയ്യാത്ത എന്തിനോ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു ചർച്ച. വ്യക്തമായി പറഞ്ഞാൽ പലരും അവിടെ ആരൊക്കെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. കുറേ ആൾക്കാരെ കണ്ട കോമഡിയാണ് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് അവരൊക്കെ വന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് അഭിപ്രായം പറയുകയാണ്. അതും അവരാരും ആയിക്കോട്ടെ, അവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതല്ല, അവർ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലല്ല. അതായത് അവർക്ക് തോന്നിയ കാര്യങ്ങൾ ആർഗ്യുമെൻറ്റ്സ് എന്ന രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അതിനെന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ, എവിഡൻസ് ഉണ്ടോ, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ പറയുക, എല്ലാവരും കൂടി ഇരുന്ന് വെറുതെ ഇങ്ങനെ പറയുക. അതൊരു സ്ട്രക്ചർ ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ നിലവിളിക്കുക. ടേൺ വൈസ് ഒരാളുടെ ടേൺ കഴിഞ്ഞ് മറ്റൊരാൾ സംസാരിക്കുക, വാദം പ്രതിവാദം, അങ്ങനെയല്ല. ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ പറയുക. അത് കൺട്രോൾ ചെയ്യാൻ നടുക്കുള്ള ആളാണെങ്കിലോ ഒരു തരത്തിലുള്ള എഫേർട്സ് കൊടുക്കുന്നില്ല. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ് ആങ്കറിങ്ങിലെ പിഴവ്. അതായത് ഒരു രീതിയിലും ഈ ചർച്ചേനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്കമ്മിലേക്ക് എത്തിക്കുന്ന രീതിയിലല്ല ഇത് മോഡറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ അയാളെ കളിയാക്കുക അല്ലെങ്കിൽ അടുത്തൊരാളിലേക്ക് നേരെ ചാടുക, നല്ലൊരു രീതിയിൽ ചാനലൈസ് ചെയ്ത് പോകുന്ന പോലെ ഒരു ചർച്ചയായിരുന്നില്ല അത്. ഒരു മോഡറേറ്റർ ആകുമ്പോൾ ചർച്ച ഗൈഡ് ചെയ്യണം, ചർച്ചനെ ലീഡ് ചെയ്യണം. അതായത് ചർച്ച ടോപ്പിക്ക് വഴിവിട്ട് പോവുകയാണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്ത് ടോപ്പിക് സെൻട്രിക് ആയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇത് ആ ഒരു രീതിയിലൊന്നുമില്ല. വെറുതെ റാൻഡമായിട്ട് കുറേ പേര് ഇങ്ങനെ ഒച്ച വെക്കുക എന്നല്ലാതെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡിബേറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ഇവരുടെ ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ സ്ട്രാറ്റജി ഉണ്ടല്ലോ,
ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ റീച്ചിന് വേണ്ടി എന്ത് ചെയ്യും, റീച്ചിന് വേണ്ടി എന്തും അതിര് കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നടക്കുന്ന കേസിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷൻസ് വെക്കുക, അതിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ റെഫർ ചെയ്ത് ഒരുപാട് അഭിപ്രായങ്ങൾ വെക്കുക, ആ സൂയിസൈഡ് ചെയ്ത വ്യക്തിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തുക. അതൊക്കെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്, പോലീസ് ഇപ്പോഴും തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിനെ 14 ദിവസം റിമാൻഡിലേക്ക് കോടതി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ആര് കുറ്റം ചെയ്തു ആര് കുറ്റം ചെയ്തിട്ടില്ല ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ അച്ഛനമ്മേനെ വിളിക്കുക, അവർ തന്നെ ഓൾറെഡി നല്ലൊരു ഡെവസ്റ്റേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവരെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാണുന്ന കോപ്രായത്തിൻ്റെ നടുക്ക് ആ സാന്നിധ്യത്തിൽ അവരെ ഇരുത്തിയിട്ട് ആ ഒരു എൻവയൺമെൻറ്റ് നിർത്തിയിട്ട് പിന്നെയും അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഏൽപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഈ ഡിബേറ്റ് എന്ന് പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട്കമോ അല്ലെങ്കിൽ ഒരു എൻഡ് ഗോളൊന്നും ഫോക്കസ്ഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ അവസാനം നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ, പേഴ്സണാലിറ്റി അസാസിനേഷൻ, വ്യക്തിഹത്യ എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു രീതിയിലാണ് അവസാനം ഇത് പോയതും. അതായത് പറഞ്ഞ് ഈ 2 വ്യക്തികൾ, ഈ സൂയിസൈഡ് ചെയ്ത വ്യക്തിയും അതുപോലെ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത വ്യക്തിയും, ഇവർ രണ്ടുപേരെയും വ്യക്തിഹത്യ നടത്തുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇങ്ങനെ വ്യാജ പരാതികൾ എങ്ങനെ ഫിൽട്ടർ ചെയ്ത് എങ്ങനെ നല്ല രീതിയിൽ നിയമ സംവിധാനം മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ പൊതുസ്ഥലങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക്, അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതൊരു ന്യൂട്രലായിട്ട് നമുക്ക് എങ്ങനെ തീർക്കാം എന്നുള്ള രീതിയിൽ ചർച്ചയാവേണ്ടത് ഇത് 2 പക്ഷം ചേർന്ന് 2 വ്യക്തികളെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത് മാത്രമാണ് ഉണ്ടായത്. അതും ഈ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ സംശയമാണ്, അദ്ദേഹത്തിൻ്റെ ടച്ച് ഗുഡായിരുന്നോ എന്ന് സംശയമാണ്, അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടോ എന്ന് സംശയമാണ്. എന്തിനാണ് ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്തു, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അറ്റ്ലീസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെങ്കിലും സമാധാനമായിട്ടിരുന്നോളൂ. അതിനുശേഷം പോലെ നിങ്ങളുടെ ഈ കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സണലായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ്, നിങ്ങളുടെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച്, അത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നിങ്ങൾക്കൊരു അറിവുമില്ല. ഈ മീഡിയ എന്താണോ നിങ്ങളിലേക്ക് പറഞ്ഞു വെക്കുന്നത് ആ കാര്യം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. യു കുഡ് ഹാവ് അവോയ്ഡഡ് ദാറ്റ്. പിന്നെ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് 24-നോടാണ്. ഇങ്ങനെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടെങ്കിലും ഇങ്ങനെയുള്ള ഡിബേറ്റ്സ് ഒക്കെ വെക്കുക. നിങ്ങളുടെ നോളജ് ലിമിറ്റഡാണ്. ഈ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ നോളജും ലിമിറ്റഡാണ്. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ പറയുന്ന പ്രസ്തുതമായിട്ടുള്ള ഈ കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങളൊരു പ്രോപ്പർ ഡിസ്കഷൻ വെക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിരുന്നു, ഫ്രൂട്ട്ഫുൾ ആകുമായിരുന്നു. അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യുക പ്ലീസ്. പിന്നെ ഈ വേദനയിലിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു. നിങ്ങളുടെ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കും, നിങ്ങളുടെ ക്ലിക്ക് ബൈറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിരിക്കും, നിങ്ങളുടെ ബാക്കി അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് അങ്ങനത്തെ പരിപാടിക്കായിരിക്കും. നമുക്കിപ്പോൾ ഉള്ള മീഡിയ കൾച്ചറെ കുറിച്ചൊക്കെ അറിയാം. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഒഴിവാക്കായിരുന്നില്ലേ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ 2 മണിക്കൂറിലധികം വേസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ നോളേജ് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ കാണേണ്ടി വരില്ല എന്നാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് അധികം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നു, അത്ര തന്നെ. ഞാൻ എൻ്റെ 2 മണിക്കൂറിൽ കൂടുതൽ വേസ്റ്റ് ചെയ്തു, സക്സസ്ഫുള്ളി വേസ്റ്റഡ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അതുവരെ നെക്സ്റ്റ് കാണുന്നവരെ ബൈ.